സംഖ്യാപുസ്തകം 28 അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. നീ അവരോട് പറയേണ്ടത്, നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന ദഹനയാഗം എന്തെന്നാൽ, നാൾ തോറും നിരന്തര ഹോമയാഗത്തിനായി 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാട്, ഒരു കുഞ്ഞാടിനെ രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും യാഗം കഴിക്കണം. ഇടിച്ചെടുത്ത എണ്ണ 1/4 ഹീൻ ചേർത്ത 1 ഇടങ്ങഴി മാവ് ഭോജനയാഗമായും അർപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി സീനായി പർവ്വതത്തിൽ വെച്ച് നിയമിക്കപ്പെട്ട നിരന്തര ഹോമയാഗം. അതിൻ്റെ പാനീയയാഗം കുഞ്ഞാടൊന്നിന് 1/4 ഹീൻ മദ്യമായിരിക്കണം. അത് യഹോവയ്ക്ക് പാനീയയാഗമായി വിശുദ്ധ മന്ദിരത്തിൽ ഒഴിക്കണം. മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തെ യാഗം കഴിക്കണം. അതിനെ രാവിലത്തെ ഭോജനയാഗവും അതിൻ്റെ പാനീയയാഗവും പോലെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണം. ശബത്ത് നാളിലോ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും അതിൻ്റെ പാനീയയാഗവും അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ ഇത് ശബത്ത് തോറുമുള്ള ഹോമയാഗം. നിങ്ങളുടെ മാസാരംഭങ്ങളിൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും കാള ഒന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 3 ഇടങ്ങഴി മാവും ആട്ടുകൊറ്റന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും കുഞ്ഞാടൊന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 1 ഇടങ്ങഴി മാവും അർപ്പിക്കണം. അത് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. അവയുടെ പാനീയയാഗം കാളയൊന്നിന് 1/2 ഹീൻ വീഞ്ഞും ആട്ടുകൊറ്റന് ഹീനിൻ്റെ 1/3 കുഞ്ഞാടൊന്നിന് 1/4 ഹീനും ആയിരിക്കണം. ഇത് മാസാന്തരം അമാവാസ്യ തോറുമുള്ള ഹോമയാഗം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ പാപയാഗമായി യഹോവയ്ക്കൊരു കോലാട്ടുകൊറ്റനെയും അർപ്പിക്കണം. 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹ ആകുന്നു. ആ മാസം 15-ാം തീയതി പെരുന്നാളായിരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സു പ്രായമുള്ള 7 കുഞ്ഞാടിനെയും ദഹനയാഗമായി അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവായിരിക്കണം. കാളയൊന്നിന് 3 ഇടങ്ങഴിയും ആട്ടുകൊറ്റന് 2 ഇടങ്ങഴിയും 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് 1 ഇടങ്ങഴിയും അർപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടിനെയും അർപ്പിക്കണം. നിരന്തര ഹോമയാഗമായി രാവിലത്തെ ഹോമയാഗത്തിന് പുറമെ ഇവയർപ്പിക്കണം. ഇങ്ങനെ 7 നാളും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗത്തിൻ്റെ ഭോജനം ദിവസം പ്രതി അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനു പുറമെ ഇതർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. വാരോത്സവമായ ആദ്യഫല ദിവസത്തിൽ പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം കൊണ്ടുവരുമ്പോഴും വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗമായി എണ്ണ ചേർത്ത മാവ് കാള ഒന്നിന് ഇടങ്ങഴി 3 ആട്ടുകൊറ്റന് ഇടങ്ങഴി 2 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ 1 കോലാട്ടുകൊറ്റനും വേണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയുടെ പാനീയയാഗത്തിനും പുറമെ നിങ്ങളിവ അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. സംഖ്യാപുസ്തകം 29 അധ്യായം. 7-ാം മാസം 1-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. അത് നിങ്ങൾക്ക് കാഹളനാദോത്സവം ആകുന്നു. അന്ന് നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗമായി 1 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും
1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി 3, ആട്ടുകൊറ്റന് ഇടങ്ങഴി 2. 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. അമാവാസിയിലെ ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും നാൾതോറുമുള്ള ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയ്ക്ക് നിയമപ്രകാരമുള്ള പാനീയാഗങ്ങൾക്കും പുറമെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി തന്നെ 7-ാം മാസം 10-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം, വേലയൊന്നും ചെയ്യരുത്. എന്നാൽ യഹോവയ്ക്ക് സുഗന്ധവാസനയായ ഹോമയാഗമായി 1 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി 3, ആട്ടുകൊറ്റന് ഇടങ്ങഴി 2. 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം. പ്രായശ്ചിത്തയാഗത്തിനും നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 7-ാം മാസം 15-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണം. നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗവുമായി 13 കാളക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 14 കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം 13 കാളയിൽ ഓരോന്നിന് എണ്ണ ചേർത്ത മാവ് ഇടങ്ങഴി 3, 2 ആട്ടുകൊറ്റനിൽ ഓരോന്നിന് ഇടങ്ങഴി 2, 14 കുഞ്ഞാട്ടിൽ ഓരോന്നിനും ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 2-ാം ദിവസം നിങ്ങൾ 12 കാളക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 3-ാം ദിവസം 11 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 4-ാം ദിവസം 10 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 5-ാം ദിവസം 9 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 6-ാം ദിവസം 8 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 7-ാം ദിവസം 7 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം.
8-ാം ദിവസം നിങ്ങൾക്ക് അന്ത്യയോഗമുണ്ടാകണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായിട്ട് ഒരു കോലാട്ടുകൊറ്റനും വേണം. ഇവയെ നിങ്ങൾ നിങ്ങളുടെ നേർച്ചകളും സ്വമേധാദാനങ്ങളുമായ ഹോമയാഗങ്ങൾക്കും ഭോജനയാഗങ്ങൾക്കും പാനീയയാഗങ്ങൾക്കും പുറമെ നിങ്ങളുടെ ഉത്സവങ്ങളിൽ യഹോവയ്ക്ക് അർപ്പിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതൊക്കെയും മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. സംഖ്യാപുസ്തകം 30-ാം അധ്യായം. മോശ ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളോട് പറഞ്ഞത്, യഹോവ കൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ, ആരെങ്കിലും യഹോവയ്ക്കൊരു നേർച്ച നേരുകയോ ഒരു പരിവർജന വ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിന് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെയൊക്കെയും നിവർത്തിക്കണം. ഒരു സ്ത്രീ ബാല്യപ്രായത്തിൽ അപ്പൻ്റെ വീട്ടിലിരിക്കുമ്പോൾ യഹോവയ്ക്കൊരു നേർച്ച നേർന്ന് ഒരു പരിവർജന വ്രതം നിശ്ചയിക്കുകയും അവളുടെ അപ്പൻ അവളുടെ നേർച്ചയെയും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതത്തെയും കുറിച്ച് കേട്ടിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവളുടെ എല്ലാ നേർച്ചകളും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതമൊക്കെയും സ്ഥിരമായിരിക്കും. എന്നാൽ അവളുടെ അപ്പൻ അവളുടെ എല്ലാ നേർച്ചയും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതത്തെയും കുറിച്ച് കേൾക്കുന്ന നാളിൽ അവളോട് വിലക്കിയാൽ അവ സ്ഥിരമായിരിക്കുകയില്ല. അവളുടെ അപ്പൻ അവളോട് വിലക്കുകൊണ്ട് യഹോവ അവളോട് ക്ഷമിക്കും. അവൾക്കൊരു നേർച്ചയോ വിചാരിക്കാതെ നിശ്ചയിച്ചു പോയ പരിവർജന വ്രതമോ ഉള്ളപ്പോൾ അവൾ ഒരുത്തന് ഭാര്യയാകുകയും ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന നാളിൽ മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതവും സ്ഥിരമായിരിക്കും. എന്നാൽ ഭർത്താവ് അത് കേട്ട നാളിൽ അവളോട് വിലക്കിയാൽ അവളുടെ നേർച്ചയും അവൾ വിചാരിക്കാതെ നിശ്ചയിച്ചു പോയ പരിവർജന വ്രതവും അവൻ ദുർബലപ്പെടുത്തുന്നു. യഹോവ അവളോട് ക്ഷമിക്കും. വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ചെയ്യുന്ന നേർച്ചയും പരിവർജന വ്രതവും എല്ലാം അവളുടെ മേൽ സ്ഥിരമായിരിക്കും. അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് നേരുകയോ ഒരു പരിവർജന ശപഥം ചെയ്യുകയോ ചെയ്തിട്ട് ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മിണ്ടാതെയും അവളോട് വിലക്കാതെയും ഇരുന്നാൽ അവളുടെ നേർച്ചകളൊക്കെയും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതവും എല്ലാം സ്ഥിരമായിരിക്കും. എന്നാൽ ഭർത്താവ് കേട്ട നാളിൽ അവയെ ദുർബലപ്പെടുത്തിയെങ്കിൽ നേർച്ചകളോ പരിവർജന വ്രതമോ സംബന്ധിച്ച് അവളുടെ നാവിന്മേൽ നിന്ന് വീണതൊന്നും സ്ഥിരമായിരിക്കുകയില്ല. അവളുടെ ഭർത്താവ് അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. യഹോവ അവളോട് ക്ഷമിക്കും. ആത്മതപനം ചെയ്യുവാനുള്ള ഏത് നേർച്ചയും പരിവർജന ശപഥവും സ്ഥിരപ്പെടുത്തുവാനോ ദുർബലപ്പെടുത്തുവാനോ ഭർത്താവിന് അധികാരമുണ്ട്. എന്നാൽ ഭർത്താവ് ഒരിക്കലും ഒന്നും മിണ്ടിയില്ല എങ്കിൽ അവൻ അവളുടെ എല്ലാ നേർച്ചയും അവൾ നിശ്ചയിച്ച സകല പരിവർജന വ്രതവും സ്ഥിരപ്പെടുത്തുന്നു. കേട്ട നാളിൽ മിണ്ടാതിരിക്കൊണ്ട് അവൻ അവയെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കേട്ടിട്ട് കുറെ കഴിഞ്ഞ ശേഷം അവയെ ദുർബലപ്പെടുത്തിയാൽ അവൻ അവളുടെ കുറ്റം വഹിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അപ്പന്റെ വീട്ടിൽ കന്യകയായി പാർക്കുന്ന മകളും അപ്പനും തമ്മിലും പ്രമാണിക്കേണ്ടതിന് യഹോവ മോശയോട് കൽപ്പിച്ച ചട്ടങ്ങൾ ഇവ തന്നെ. സംഖ്യാപുസ്തകം 31-ാം അധ്യായം. അനന്തരം യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തുക. അതിന്റെ ശേഷം നീ നിന്റെ ജനത്തോട് ചേരും. അപ്പോൾ മോശ ജനത്തോട് സംസാരിച്ചു. മിദ്യാന്യരുടെ നേരെ പുറപ്പെട്ട് യഹോവയ്ക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തേണ്ടതിന് നിങ്ങളിൽ നിന്ന് ആളുകളെ യുദ്ധത്തിനൊരുക്കുവിൻ. നിങ്ങൾ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഓരോന്നിൽ നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേലിലെ സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ 1000 പേർ വീതം 12000 പേരെ യുദ്ധസന്നദ്ധരായി വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതമുള്ള അവരെയും പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസിനെയും യുദ്ധത്തിന് അയച്ചു. അവന്റെ കൈവശം വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും ഗംഭീരനാദ കാഹളങ്ങളും ഉണ്ടായിരുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാന്യരോട് യുദ്ധം ചെയ്തു, ആണുങ്ങളെയൊക്കെയും കൊന്നു. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേഖം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോരിന്റെ മകനായ ബിലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബദ്ധരാക്കി അവരുടെ സകല വാഹന മൃഗങ്ങളെയും
ആടുമാടുകളെയും അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയിട്ടു. അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചുട്ടുകളഞ്ഞു. അവർ എല്ലാ കൊള്ളയും മനുഷ്യരും മൃഗങ്ങളുമായുള്ള അപഹൃതമൊക്കെയും എടുത്തു. ബദ്ധന്മാരെ അപഹൃതത്തോടും കൊള്ളയോടും കൂടെ യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെയുള്ള മോവാബ് സമഭൂമിയിൽ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസറിന്റെയും ഇസ്രയേൽ സഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലയാസരും സഭയുടെ സകല പ്രഭുക്കന്മാരും പാളയത്തിന് പുറത്ത് അവരെ എതിരേറ്റു ചെന്നു. എന്നാൽ മോശ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ സൈന്യനായകന്മാരോട് കോപിച്ചു പറഞ്ഞതെന്തെന്നാൽ, സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലെയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയുടെ ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളവിൻ. പുരുഷനോടുകൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചുകൊള്ളുവിൻ. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് പാർക്കണം. ഒരുത്തിനെ കൊന്നവനും കൊല്ലപ്പെട്ടവനെ തൊട്ടവനുമെല്ലാം 3-ാം ദിവസവും 7-ാം ദിവസവും തങ്ങളെയും തങ്ങളുടെ ബദ്ധന്മാരെയും ശുദ്ധീകരിക്കണം. സകല വസ്ത്രവും തോൽ കൊണ്ടുള്ള എല്ലാ കോപ്പും കോലാട്ടു രോമം കൊണ്ടുണ്ടാക്കിയതൊക്കെയും മരം കൊണ്ടുള്ള സകല സാധനവും ശുദ്ധീകരിപ്പിൻ. പുരോഹിതനായ എലയാസർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞത്, യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ആവിത്: പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, വെള്ളിയും കാരിയം മുതലായ തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും തീയിൽ ഇട്ടെടുക്കണം. എന്നാൽ അത് ശുദ്ധമാകും. എങ്കിലും ശുദ്ധീകരണ ജലത്താലും അത് ശുദ്ധീകരിക്കണം. തീയിൽ നശിച്ചു പോകുന്നതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം. 7-ാം ദിവസം വസ്ത്രം അലക്കി ശുദ്ധിയുള്ളവരായ ശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീയും പുരോഹിതനായ എലയാസരും സഭയിലെ ഗോത്രപ്രധാനികളും കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും തുക നോക്കി പടയ്ക്ക് പോയ യോദ്ധാക്കളും സഭയ്ക്കും ഇങ്ങനെ 2 ഓഹരിയായി കൊള്ള വിഭാഗിപ്പിൻ. യുദ്ധത്തിനു പോയ യോദ്ധാക്കളോട് മനുഷ്യരിലും മാട്, കഴുത, ആട് എന്നിവയിലും 500 യഹോവയുടെ ഓഹരിയായി വാങ്ങിയ അവർക്കുള്ള പാതിയിൽ നിന്ന് അത് എടുത്ത് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി പുരോഹിതനായ എലയാസറിന് കൊടുക്കണം. എന്നാൽ ഇസ്രായേൽ മക്കൾക്കുള്ള പാതിയിൽ നിന്ന് മനുഷ്യരിലും മാട്, കഴുത, ആട് മുതലായ സകലവിധ മൃഗത്തിലും 50-1 എടുത്ത് യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും എലയാസറും ചെയ്തു. യോദ്ധാക്കൾ കൈവശമാക്കിയതിനു പുറമെയുള്ള കൊള്ള 6,75,000 ആടും 72,000 ആടും 61,000 കഴുതയും പുരുഷനോടുകൂടെ ശയിക്കാത്ത പെണ്ണുങ്ങൾ എല്ലാം കൂടെ 30,000 പേരും ആയിരുന്നു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിക്കുള്ള പാതിയിൽ ആട് 3,37,500, ആടിൽ യഹോവയ്ക്കുള്ള ഓഹരി 675, കന്നുകാലി 36,000, അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 72, കഴുത 30,500, അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 61, ആൾ 16,000, അവർ യഹോവയ്ക്കുള്ള ഓഹരി 32. യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായിരുന്ന ഓഹരി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ പുരോഹിതനായ എലയാസറിന് കൊടുത്തു. മോശ പടയാളികളുടെ പക്കൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചു കൊടുത്ത പാതിയിൽ നിന്ന് സഭയ്ക്കുള്ള പാതി 3,37,500 ആടും 36,000 ആടും 30,500 കഴുതയും 16,000 ആളും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പാതിയിൽ നിന്ന് മോശ മനുഷ്യരിലും മൃഗങ്ങളിലും 50-1 എടുത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നെ സൈന്യ സഹസ്രങ്ങൾക്ക് നായകന്മാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്ന് മോശയോട്, അടിയങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളുടെ തുക നോക്കി ഒരുത്തനും കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും കിട്ടിയ പൊന്നാഭരണങ്ങളായ മാല, കൈവിള, മോതിരം, കുണുക്ക്, കടകം എന്നിവ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശയും പുരോഹിതനായ എലയാസറും വിചിത്രപ്പണിയുള്ള ആഭരണങ്ങളായ പൊന്ന് അവരോട് വാങ്ങി. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും
യഹോവയ്ക്ക് ഉദർശാർപ്പണം ചെയ്ത പൊന്നെല്ലാം കൂടെ 10,750 ഷേക്കേലായിരുന്നു. യോദ്ധാക്കളിൽ ഓരോരുത്തരും താന്താനും വേണ്ടി കൊള്ളയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മോശയും പുരോഹിതനായ എലയാസനും സഹസ്രാധിപന്മാരും ശതാധിപന്മാരോടും ആ പൊന്നു വാങ്ങി യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ ഓർമ്മയ്ക്കായി സമാഗമന കൂടാരത്തിൽ കൊണ്ടുപോയി.